നമസ്കാരം. ഇന്നത്തെ രാഗം ഖരഹരപ്രിയ. നിങ്ങളെല്ലാവരും കേട്ട് കാണും ഈ രാഗത്തെ പറ്റി. ഹിന്ദുസ്ഥാനിൽ ഇത് കാഫി എന്ന രാഗമായിട്ടാണ് അറിയപ്പെടുന്നത്. ഇത് രണ്ടും ഒരേ രാഗമാണോ എന്ന് ചോദിച്ചാൽ അല്ല, പക്ഷെ രണ്ടിനും തമ്മിൽ വളരെ അടുത്ത ബന്ധമുണ്ട്. അതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത്, ഖരഹരപ്രിയയുടെ ശാസ്ത്രീയ പശ്ചാത്തലം. ഇനി കർണാടക സംഗീതത്തിലാണെങ്കിൽ ഖരഹരപ്രിയയെ കുറിച്ച് പറയുമ്പോൾ ത്യാഗരാജസ്വാമിയുടെ പേര് ആദ്യം ഓർമ്മ വരും. ഈ രാഗത്തിൽ അദ്ദേഹം നിരവധി അമൂല്യ കൃതികൾ രചിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രശസ്തമായത് ഇതാണ് ത്യാഗരാജസ്വാമിയുടെ ഏറ്റവും പ്രസിദ്ധമായ ഖരഹരപ്രിയയിലെ ഒരു കൃതി. ഈ കൃതി ഖരഹരപ്രിയയുടെ ഗാംഭീര്യവും ഭാവവും മനോഹരമായി അവതരിപ്പിക്കുന്നു. അടുത്തത് ഭക്തിരസത്തിന്റെ ഉത്തമ ഉദാഹരണമായി ഇന്നും സംഗീതവേദികളിൽ ആലപിക്കപ്പെടുന്ന കൃതിയാണിത്. മൂന്നാമത് പക്കല നിലബാടി. ഈ മൂന്ന് കൃതികൾ മാത്രം കേട്ടാലും ഖരഹരപ്രിയയുടെ സ്വഭാവം മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ടാണ് ഈ കർണാടക സംഗീത കച്ചേരികളിൽ ഖരഹരപ്രിയ രാഗത്തിന്റെ ഈ കൃതികൾ വളരെ സജീവ സാന്നിധ്യമായിരിക്കുന്നത്. ഏകദേശം 70 വർഷമായി മലയാള സിനിമയിലെ സംഗീത സംവിധായകർ ഖരഹരപ്രിയയെ എങ്ങനെ ഉപയോഗിച്ചു എന്ന് നോക്കാം. മലയാള സിനിമയിലെ ഖരഹരപ്രിയയ്ക്ക് വളരെ പ്രാധാന്യമുണ്ട്. മലയാള സിനിമയിലെ ദക്ഷിണാമൂർത്തി സ്വാമികൾ ചെയ്തിട്ടുള്ള കുറച്ച് പാട്ടുകൾ. കർണാടക സംഗീതത്തിന്റെ പാരമ്പര്യം സിനിമയിലേക്ക് സ്വാഭാവികമായി കൊണ്ടുവന്ന സംഗീത സംവിധായകനായിരുന്നു അദ്ദേഹം. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പല ഗാനങ്ങളിലും ഖരഹരപ്രിയയുടെ മനോഹരമായ ഛായ കാണാം. 1952 ഉടമയും എളിമയും എന്ന പാട്ട്, അതായത് അമ്മ എന്ന സിനിമയിലെ പാട്ടാണ് ഉടമയും എളിമയും. ഇന്ദുലേഖ 1967 നാളെ വരുന്നു തോഴി എന്ന് പറഞ്ഞൊരു പാട്ടാണ്. 1969 ഉത്തരാ സ്വയംവരം കഥകളി കാണുവാൻ ഉത്രാടരാത്രിയിൽ പോയിരുന്നു. ഇത് അദ്ദേഹം ചെയ്ത ഖരഹരപ്രിയയിലെ മനോഹരമായ ഗാനങ്ങളിൽ ഒന്നാണ്. കാഞ്ചന കസവുള്ള പൂഞ്ചേലയുടുത്തവൾ. പിന്നെ 1970 എഴുതാത്ത കഥ എന്ന സിനിമയിലെ കണ്ണുണ്ടെങ്കിലും എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. 1970 തന്നെ അദ്ദേഹം ലോട്ടറി ടിക്കറ്റ് എന്ന് പറഞ്ഞ സിനിമയില് മനോഹരി നിൻ മനോരഥത്തിൽ മലരോടു മലർ ചേരും മണിമഞ്ചത്തേരിൽ മയങ്ങുന്ന മണിവർണ്ണനാരോ ആരാധകനാണോ ഈ ആരാധകനാണോ. ഇത് ഒക്കെ അദ്ദേഹം ചെയ്ത ഖരഹരപ്രിയയിലെ പാട്ടുകളിൽ വളരെ പ്രസിദ്ധമായ പാട്ടുകളാണ്. 1971 അശോക പൂർണിമ വിടരും വാനം അനുഭൂതികൾ തൻ രജനീയാമം അലയുകയായനുരാഗ കൽപ്പന ആകാശത്താരകത്തേടി. മറുനാട്ടിൽ ഒരു മലയാളി എന്ന് പറഞ്ഞ സിനിമയിൽ 1971 ചെയ്ത പാട്ടാണിത് ഖരഹരപ്രിയയിൽ. പിന്നെ ചെയ്തത് വിലയ്ക്ക് വാങ്ങിയ വീണ 1972 ഏകാന്ത ജീവനിൽ എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ചെയ്ത ഏറ്റവും ഹിറ്റായിട്ടുള്ളൊരു പാട്ടാണ് ദേവവാഹിനി എന്ന് പറഞ്ഞ സിനിമയിൽ സന്ധ്യക്കെന്തിനു സിന്ദൂരം ചന്ദ്രികക്കെന്തിനു വൈഡൂര്യം കാട്ടാറി. ഇതേപോലെ തന്നെ 1972 നൃത്തശാല എന്ന് പറഞ്ഞ സിനിമയില് ദേവവാഹിനി തീരഭൂമിയിൽ ദേവദാരു പൂത്തണലിൽ ഇന്ദ്രജാല മഹേന്ദ്രജാല ചന്ദ്രിക. 1973 വീണ്ടും പ്രഭാതം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടി പക്കാല നിലബാടി. ത്യാഗരാജസ്വാമികളുടെ കൃതിയാണ്, ട്രഡീഷണലാണ്. അത് ഈ സിനിമയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ദക്ഷിണാമൂർത്തി സ്വാമികൾ. അതേ സിനിമയിൽ തന്നെ അദ്ദേഹം ചെയ്ത പാട്ടാണ് കാർക്കൂന്തൽ കെട്ടിലെന്തിനു വാസന തൈലം
നിന്റെ വാനെറ്റിത്തടത്തിലെന്തിനു സിന്ദൂര തിലകം. ഉർവശി ഭാരതി എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം ഈ പാട്ട് ചെയ്തത്. മാനഞ്ചും കണ്ണിലെന്തിനൊരഞ്ജനക്കൂട്ട്. 1976 പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ കലമാന്റെ മിഴിയുള്ള കളിത്തത്തമ്മ. പ്രസാദം എന്ന് പറഞ്ഞ സിനിമയിലാണ് ഈ പാട്ട്. പുലയനാർമണിയമ്മ പൂമുല്ലക്കാവിലമ്മ. എല്ലാവർക്കും വളരെ ഇഷ്ടപ്പെട്ടുള്ള ഒരു പാട്ടാണ്. ഈ ഗാനം യേശുദാസും എസ് ജാനകിയും പാടിയിട്ടുണ്ട്. 1977 കടുവയെ പിടിച്ച കിടുവ എന്ന സിനിമയിൽ ചിരിയോ ചിരി ചിരിയോ ചിരി ഇങ്ങനെ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. അത് രസമുള്ള പാട്ടാണ്. ചിലമ്പണിഞ്ഞ് തെക്കൻ കാറ്റിനു ചിരിയൊതുക്കാൻ മേല. പിന്നെ കർണൻ എന്ന് പറഞ്ഞ സിനിമയിൽ 1978 ഹസ്തിനപുരിയുടെ എന്നൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. ശരിക്കും കരഹരപ്രിയയുടെ സത്ത മുഴുവൻ ആസ്വദിക്കാനായിട്ട് ദക്ഷിണാമൂർത്തി സ്വാമി ചെയ്ത കരഹരപ്രിയയിൽ ഈ പാട്ടുകൾ കേട്ടാൽ മതി, ധാരാളമാണ്. മലയാള സിനിമയിലെ മറ്റൊരു പ്രമുഖ സംഗീത സംവിധായകനിലേക്ക് വരാം, MK അർജുനൻ മാസ്റ്റർ. അദ്ദേഹം കരഹരപ്രിയയിൽ കുറച്ച് പാട്ടുകൾ എഴുതാം. അദ്ദേഹത്തിൻ്റെ സംഗീതത്തിൽ ഈ കരഹരപ്രിയയ്ക്ക് ഒരു പ്രത്യേക സ്വഭാവം തന്നെ ഫീൽ ചെയ്യാൻ സാധിക്കും. ശാസ്ത്രീയ സംഗീതത്തിൻ്റെ അടിത്തറ നിലനിർത്തിക്കൊണ്ട് തന്നെ കുറച്ച് പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഈ ശാസ്ത്രീയ സംഗീതം മനസ്സിലുണ്ടെങ്കിലും അതിനൊരു സിനിമാ പാട്ടായിട്ട് മാറ്റണമെങ്കിൽ വളരെയധികം ശ്രമകരമായൊരു കാര്യമാണെന്നുള്ളത് നമുക്ക് പലരുടെയും സംഗീത സംവിധാനം കൊണ്ട് നമുക്ക് മനസ്സിലാവും. പക്ഷേ MK അർജുനൻ മാസ്റ്റർ ചെയ്തിട്ടുള്ള പാട്ടുകൾ വളരെ ലളിതമാണ്. പക്ഷേ രാഗത്തിൻ്റെ ഛായ ഒട്ടും മാറാതെ തന്നെ അദ്ദേഹം പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. ചില പ്രധാന ഗാനങ്ങൾ ഇതാണ്. ചന്ദ്രരശ്മിതൻ ചന്ദന നദിയിൽ സുന്ദരിയായൊരു മാൻപേട. അന്വേഷണം എന്ന് പറഞ്ഞ സിനിമയിൽ 1972 ചെയ്താണ് ഈ പാട്ട്. പിന്നെ റാഗിംഗ് എന്ന് പറഞ്ഞ സിനിമ 1973 മനോഹരി മനോഹരി എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. മനോഹരി മറഞ്ഞു നിൽക്കുവരെന്തേ. 1975 ചന്ദ്രോദയം കണ്ടു എന്ന് പറഞ്ഞിട്ടൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. ചന്ദ്രോദയം കണ്ടു കൈകൂപ്പി നിൽക്കും സിന്ദൂരമണി പുഷ്പം നീ. സൂര്യകാന്തി പൂ ചിരിച്ചു എന്ന് പറഞ്ഞിട്ട് ലൈറ്റ് ഹൗസ് എന്ന് പറഞ്ഞ സിനിമയിൽ 1976 ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. 1977 കാമദേവൻ എനിക്ക് തന്ന എന്നൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. കാമദേവൻ എനിക്ക് തന്ന പൂവനമേ കവിതകൾ തൻ തേൻ തുളുമ്പും യൗവനമേ. 1978 വനരാജമല്ലികൾ എന്ന് പറഞ്ഞ ആനക്കളരി എന്ന് പറഞ്ഞ സിനിമയിൽ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. വനരാജമല്ലികൾ വിടർന്നുവല്ലോ വരവർണ്ണിനിയെങ്ങും മറഞ്ഞുവല്ലോ. 1978 വീണ്ടും മയക്കത്തിന്റെ ചിറകുകൾ എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. അത് ഇനിയവൾ ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടാണ്. പിന്നെ എനിക്ക് ഓർമ്മയുള്ള ഒരു പാട്ട്, ഞാൻ 1980 അദ്ദേഹം ചെയ്ത പാട്ടുകളിൽ ഒന്നാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അനുവാദമില്ലാതെയകത്തു വന്നു നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു കൊട്ടിയടച്ചൊരൻ കൊട്ടാരവാതിലെല്ലാം പൊട്ടിച്ചിരി താക്കോലിട്ടു നീ തുറന്നു. 1980 പുഴ എന്ന സിനിമയ്ക്ക് വേണ്ടി ചെയ്ത പാട്ടാണത്. അനുവാദമില്ലാതെയകത്തു വന്നു നെഞ്ചിൽ അടച്ചിട്ട മണിവാതിൽ നീ തുറന്നു. ഈ കരഹരപ്രിയ എന്ന് പറഞ്ഞ രാഗത്തെ വളരെ ലളിതമായി സമീപിച്ച ഒരു സംഗീത സംവിധായകൻ എന്ന് വേണം നമുക്ക് MK അർജുനൻ മാഷെ പറ്റി നമുക്ക് മനസ്സിലാക്കാനായിട്ട്. പക്ഷേ അടുത്ത സംഗീത സംവിധായകരെ നമ്മൾ പരിചയപ്പെടുമ്പോൾ അല്ലെങ്കിൽ അടുത്ത സംഗീത സംവിധായകരുടെ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് എങ്ങനെ ഇരിക്കും എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇനി മലയാള സിനിമയുടെ മറ്റൊരു മഹത്തായ സംഗീത സംവിധായകൻ G ദേവരാജൻ. കരഹരപ്രിയ ഛായയുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാന സിനിമാ ഗാനങ്ങൾ ഇതാണ്. ഓടക്കുഴലും എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, ചതുരംഗം എന്ന് പറഞ്ഞ സിനിമയിൽ 1959 അപ്പോൾ പാട്ട് എനിക്ക് തീർച്ചയായിട്ടും ഓർമ്മയില്ല.
കുഴലും കൊണ്ടോടി വരൂ നീ കോടക്കാർ വരുന്ന. 1967 പ്രേമ സർവസ്വമേ എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ട് സ്വപ്നഭൂമി എന്ന് പറഞ്ഞ സിനിമയില്. പ്രേമ സർവസ്വമേ നിൻ പ്രമദവനം. പിന്നെ ഓർമ്മ വരുന്നൊരു പാട്ട് 72 സാമ്യമകന്നോരുദ്യാനമേ കൽപ്പകോദ്യാനമേ നിന്റെ കഥകളി മുദ്രയാം കമലദളത്തിലൻ ദേവിയുണ്ടോ ദേവി സാമ്യമകന്നോരുദ്യാനമേ. ദേവി എന്ന് പറഞ്ഞ സിനിമയിലാണ് 1972 ഇറങ്ങിയ സിനിമയാണ്. 1975 ആലിബാബയും 41 കള്ളന്മാരും എന്ന് പറഞ്ഞ സിനിമയിൽ ശരറാന്തൽ വിളക്കിനെ എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. ശരറാന്തൽ വിളക്കിൻ ഇമവെട്ടി ചരപ്പൊളി മണികൾക്ക് ചിരിപൊട്ടി. 1978 രതി നിർവേദം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അതില് തിരുമാരൻ എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. തിരുമാരൻ കാവിൽ ആദ്യ വസന്തം. 1979 പേരാലും കുന്നിന്മേൽ എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. പേരാലും കുന്നിന്മേൽ കൂടുവച്ചു. 1981 ഇലക്കിളി ഇലക്കിളി സ്വരങ്ങൾ സ്വപ്നങ്ങൾ എന്ന സിനിമയിൽ ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. ഇലക്കിളി ഇലക്കിളി ഇലത്തെ കണിദീപം കൊളുത്തും. ദേവരാജ മാസ്റ്ററുടെ സംഗീതത്തിൽ കരഹരപ്രിയ ചിലപ്പോൾ ഭക്തിരസമായും ചിലപ്പോൾ ശൃംഗാരരസമായും ചിലപ്പോൾ നാടകീയ ഭാവത്തിലും കേൾക്കാം. ഇതാണ് അദ്ദേഹത്തിൻ്റെ സംഗീത സംവിധാനത്തിൻ്റെ ഒരു പ്രത്യേകത. അതാണ് കരഹരപ്രിയയിൽ അദ്ദേഹം പാട്ടുകൾ ചെയ്യുമ്പോൾ കുറച്ചുകൂടി പ്രത്യേകത നമുക്ക് തോന്നാറുണ്ട് പാട്ടുകൾ കേൾക്കുമ്പോൾ. ഇതുവരെ നമ്മൾ കണ്ടത് ഈ കരഹരപ്രിയയിലെ ആദ്യകാല സിനിമാ ഗാനങ്ങളെ പറ്റിയിട്ടാണ്. ഇനി നമുക്ക് 1980 മുതലുള്ള പാട്ടുകൾ കേട്ടു നോക്കാം. 80കളിലെ മലയാള സിനിമാ സംഗീതത്തിന് പുതിയൊരു ശബ്ദം നൽകിയ സംഗീത സംവിധായകരിൽ പ്രധാനിയാണ് രവീന്ദ്ര മാസ്റ്റർ. രാഗാധിഷ്ഠിതമായ ഇനങ്ങളെ സിനിമയിലേക്ക് അനുയോജ്യമായ രീതിയിൽ സന്നിവേശിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് കരഹരപ്രിയ രാഗത്തിനൊക്കെ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനായിട്ട് അദ്ദേഹം കൂടുതൽ ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം ചെയ്ത പാട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. ഈ രാഗത്തിൻ്റെ ഛായയുള്ള അദ്ദേഹത്തിൻ്റെ പ്രധാന പാട്ടുകൾ ചക്രവർത്തിനി, എങ്ങനെയുണ്ട് ആശാനെ എന്ന് പറഞ്ഞ സിനിമയിൽ 1984 എങ്ങനെയുണ്ട് ആശാനെ എന്ന് പറഞ്ഞ സിനിമയിൽ ചക്രവർത്തിനി എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തത്. ചക്രവർത്തി ഞാനേ സൂര്യവംശ ചക്രവർത്തി ഞാനേ. പിന്നെ മലയാള മാസം ചിങ്ങം 1 1996 1996 കുഞ്ഞിക്കുയിൽ എന്ന് പറഞ്ഞൊരു പാട്ട് ചെയ്തിട്ടുണ്ട്. കുഞ്ഞിക്കുയിൽ കേൾക്കുരുന്നേ ചെല്ലക്കൂടും കുട്ടിക്കൂടെ പോരാ. പിന്നെ വളരെ പ്രസിദ്ധമായ ഒരു പാട്ടാണ് 1988 കന്മദം എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തിട്ടുള്ള മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ. മഞ്ഞക്കിളിയുടെ മൂളിപ്പാട്ടുണ്ടേ മനസ്സിനുള്ളിൽ മാരിക്കാവടി ചിന്തും ചിന്തുണ്ടേ. പിന്നെ ഓരോ പൂമുത്തും 1998 ഓരോ പൂമുത്തും എന്ന് പറഞ്ഞൊരു പാട്ട് ഇളമുറത്തമ്പുര എന്ന് പറഞ്ഞ സിനിമയിൽ ചെയ്തിട്ടുണ്ട്. ഓരോരോ പൂമുത്തും കോർത്തു ഞാൻ ഓമലേ. രവീന്ദ്ര മാസ്റ്റർ രാഗത്തിൻ്റെ ശാസ്ത്രീയ ഭാവം നിലനിർത്തിക്കൊണ്ട് തന്നെ അതിനെ വളരെ ഹൃദ്യമായ രീതിയിൽ സംഗീതമാക്കി മാറ്റുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ രാഗാധിഷ്ഠിത ഗാനങ്ങൾ സംഗീത ആസ്വാദകരെയും വളരെയധികം സന്തോഷിപ്പിക്കുന്ന ആനന്ദിപ്പിക്കുന്ന ഒരു ട്രീറ്റായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അടുത്തതായി വരുന്നത് നമുക്ക് മോഹൻ സിത്താര എന്ന് പറഞ്ഞ സംഗീത സംവിധായകനാണ്. വളരെ ലളിതമായ മെലഡികളിലൂടെ രാഗത്തിൻ്റെ സൗന്ദര്യം അവതരിപ്പിച്ച സംഗീത സംവിധായകനാണ് ശ്രീ മോഹൻ സിത്താര. കരഹരപ്രിയ രാഗത്തിനോട് അദ്ദേഹത്തിന് ഒരു പ്രത്യേക ഇഷ്ടം ഉണ്ടായിട്ടുണ്ടോ എന്ന് പലപ്പോഴും നമുക്ക് തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ പാട്ടുകൾ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. 1988 അദ്ദേഹം ചെയ്ത ആലിലെ കുരുവുകൾ എന്ന് പറഞ്ഞ ചിത്രത്തിൽ 1000 മൗനങ്ങൾക്കുള്ളിൽ നിന്നുണരും അജ്ഞാത സൗന്ദര്യമേ മാരിവിൽ ചാലിച്ചു മാതളപ്പൂക്കള ഞാൻ എൻ്റെ ഭാവനയാക്കി എന്നോ നീ എൻ്റെ രോമാഞ്ചമായി. 1000 മൗനങ്ങൾക്കുള്ളിൽ നിന്നുണരും അജ്ഞാത. പിന്നെ വളരെ ശ്രദ്ധിക്കപ്പെട്ടുള്ളൊരു പാട്ടാണ് 1994
സ്വരജതി പാടും പൈങ്കിളി പോരൂ ശ്രുതിക്കൂടിനുള്ളിൽ നിന്നു നീ. വാരബലം എന്ന സിനിമയിൽ ചെയ്ത പാട്ടാണിത്, 1994. സ്വരജതി പാടും പൈങ്കിളി ഒരു ശ്രുതിക്കൂടിനുള്ളിൽ. പിന്നെ അതിലും പ്രസിദ്ധമായ ഒരു പാട്ടാണ് 1997 ഇറങ്ങിയത്, ധനുമാസ പെണ്ണിനു പൂത്താലം മകരത്തിൽ കുളിരും നാണം കുംഭത്തിൽ മംഗല്യമകം തൊഴണം പിന്നെ മീനത്തിലവളുടെ താലികെട്ട്. സിനിമ കഥാനായകൻ റിലീസ് ചെയ്തത് 1997. ധനുമാസ പെണ്ണിന് പൂത്താലം മകരത്തിൽ കുളിരും നാണം. ജോൺസൺ മാസ്റ്റർ. അടുത്ത് നമുക്ക് ജോൺസൺ മാസ്റ്ററെ നോക്കിയാലോ. പാവം പാവം രാജകുമാരനില് കണ്ണാടി കയ്യിൽ കല്യാണം കണ്ടു. വിദ്യാസാഗർ ചെയ്ത സിനിമകളിൽ 7 പുന്നത്തരകളിലെ മിന്നും നിലാത്തിങ്കള എന്ന് പറഞ്ഞിട്ട് 1990 ഒരു പാട്ട് ചെയ്തിട്ടുണ്ട്. 7 പുന്നത്തരകം എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ എന്നെ മറന്നോ പൊന്നേ നീ എന്നെ മറന്നോ പൊന്നേ നീയില്ല എങ്കിൽ നിൻ കൂട്ടില്ല എങ്കിൽ ശോകാന്തനല്ലോ കണ്ണേ. ശാസ്ത്രീയ സംഗീതം എങ്ങനെ ഉപയോഗിക്കണമെന്ന്, സിനിമാ പാട്ടിൽ എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളതിന് അതിപ്രധാനമായ ഒരു ഉദാഹരണമാണ് ഈ പാട്ട്. പിന്നെ വന്നത് ഡ്രീം എന്ന് പറഞ്ഞ സിനിമയിൽ പക്കാല പാടാൻ വാ കച്ചേരി കൂടാൻ വാ പക്കാല. പിന്നെ പട്ടാളം എന്ന് പറഞ്ഞ സിനിമ 2003 പമ്പാ ഗണപതി പരിണതിപതി. പിന്നെ വരുന്നത് എം ജയചന്ദ്രനാണ്. ശാസ്ത്രീയ സംഗീതത്തെ പുതിയ തലമുറയിലേക്ക് എത്തിച്ച സംഗീത സംവിധായകരിൽ ഒരാളാണ് എം ജയചന്ദ്രൻ. ഖരഹരപ്രിയ ഛായയുള്ള ഗാനങ്ങൾ. മധുചന്ദ്രലേഖയിൽ ചക്കിനി രാജ വീണ്ടും അദ്ദേഹം ട്രഡീഷണലാണ്, പക്ഷെ അത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കടാക്ഷം എന്ന് പറഞ്ഞ സിനിമയിലെ പ്രാണനാഥൻ എനിക്ക് നൽകിയ എന്ന് പറഞ്ഞ പാട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. 2010 ആ പടം ഇറങ്ങിയത്. ഈ 2011 പൂന്തേ നേർമൊഴി. അടുത്തതായി നമുക്ക് ദീപക് ദേവാണ്. 2003 സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ ഹൃദയരാഗദൂതു പറയാമോ. സ്വയംവര ചന്ദ്രികേ സ്വർണമണിമേഘമേ. പിന്നെ 2009 പുതിയ മുഖത്തിൽ പിച്ച വച്ച നാൾ മുതൽ കുന്നി എന്ത് സ്വന്തം എൻ്റെ സ്വന്തമായി. ആധുനിക സംഗീത ശൈലിക്കിടയിലും ഖരഹർപ്രിയയുടെ സ്വാധീനം ഒട്ടും ഒഴിവാക്കാതെ ചെയ്തിട്ടുള്ള പാട്ടുകളിലൊന്നാണ് പിച്ച വെച്ച നാൾ. അടുത്തതായി രഘുകുമാർ എന്ന് പറഞ്ഞ സംഗീത സംവിധായകനാണ്. അദ്ദേഹം ചെയ്ത 1986 പൂങ്കാറ്റെ പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റെ പോയി ചൊല്ലാമോ. പെണ്ണോട് എന്റെ ഉള്ളിലുള്ള മോഹമൊന്ന് ചൊല്ലാമോ. പിന്നെ 1993 മായാമയൂരത്തിൽ ആമ്പല്ലൂരമ്പലത്തിൽ ആറാട്ട്. ആമ്പല്ലൂരമ്പലത്തിൽ ആറാട്ട് ആതിരപ്പൊന്നു ഞാൻ. അടുത്തതായി ഈ ന്യൂ ജനറേഷനിൽ ഇറങ്ങിയിട്ടുള്ള ഒരു പാട്ടിനെ പറ്റിയിട്ടാണ് പുലർകാലം പോലെ എന്നുള്ള പാട്ട്. അത് നല്ല രസമുള്ള പാട്ടാണ്. വള്ളിയും തെറ്റി പുള്ളിയും തെറ്റി എന്ന് പറഞ്ഞ സിനിമയിലാണ് ഈ പുലർകാലം പോലെ എന്നുള്ള പാട്ട്. സൂരജ് എസ് കുറുപ്പ് എന്ന് പറഞ്ഞ സംഗീത സംവിധാനം ചെയ്തിട്ടുള്ള പാട്ട്. 1952 വി ദക്ഷിണാമൂർത്തിയിൽ നിന്ന് ആരംഭിച്ച ഖരഹരപ്രിയയുടെ സിനിമാ യാത്ര ദേവരാജൻ, എം കെ അർജുനൻ, രവീന്ദ്രൻ, മോഹൻ സിത്താര, വിദ്യാസാഗർ
എം ജയചന്ദ്രൻ, ദീപക് ദേവ്, രഘുകുമാർ തുടങ്ങി പല തലമുറയിലെ സംഗീത സംവിധായകരിലൂടെ ഇന്നും തുടരുകയാണ്. ഇനി മുതൽ നിങ്ങളൊരു പാട്ട് കേട്ടു തുടങ്ങുമ്പോൾ അത് കരഹരപ്രിയയാണോ കാഫിയാണോ എന്ന് നിങ്ങൾ തിരിച്ചറിയാൻ തുടങ്ങും. അതായത് ഈ പാട്ടുകൾ നമ്മൾ ഓരോ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ഈ പാട്ട് പിന്നെ പറഞ്ഞ പാട്ടുകളിൽ ഏതെങ്കിലും ഒരു ഛായ ഇപ്പോൾ ഇറങ്ങുന്ന പാട്ടുകൾക്കോ അല്ലെങ്കിൽ നിങ്ങൾ ഇനി കേൾക്കാൻ പോകുന്ന പാട്ടുകൾക്കോ ഉണ്ടോ എന്ന് നിങ്ങളൊരു അന്വേഷണം നടത്താൻ നിങ്ങളുടെ മനസ്സുകൊണ്ടാണ് നിങ്ങൾ തീരുമാനിക്കും. അവിടെയാണ് നമ്മളുടെ വിജയം. അതായത് എനിക്കറിയാവുന്ന കുറച്ച് പാട്ടുകൾ നിങ്ങളോട് പറഞ്ഞു, പക്ഷെ നിങ്ങളുടെ കമൻറ്റുകളിൽ നിങ്ങൾക്കറിയാവുന്ന കുറച്ച് പാട്ടുകൾ നമുക്ക് പറഞ്ഞു തരണം. അപ്പോൾ എനിക്കും കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ നമുക്ക് ഈ കരഹരപ്രിയ അല്ലെങ്കിൽ മറ്റ് രാഗങ്ങളെ പറ്റി പൊതുവെ ആളുകൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ പരിപാടി കൊണ്ട് ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് കണ്ടു, നിങ്ങളെല്ലാവരും കാണണം. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്നറിയാം. ഏതായാലും കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇത്ര പറയാനുള്ളൂ. താങ്ക് യു വെരി മച്ച്. ഇനിയിപ്പോൾ നമ്മൾ ഓണക്കാലമൊക്കെ അല്ലേ, കരഹരപ്രിയയിലൊരു ഓണപ്പാട്ട് കൂടി പാടിയില്ല എന്ന് വേണ്ട, പാടി നോക്കിയാലോ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി, പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി. നിറമിടുമഴകിൽ നമുക്കു തുഴയാം അമ്പിളിത്തോണി, തുഴഞ്ഞു ചെന്നാൽ കുളിച്ചു തൊഴുവാൻ തുമ്പപ്പൂങ്കാവ്.